السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ബുദ്ധിയുള്ള വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചെറിയ സമയം കൊണ്ട് വലിയ പ്രതിഫലം കിട്ടുന്ന അമലുകൾ, സമയങ്ങൾ അവ സെലക്ട് ചെയ്ത് ആ പറയപ്പെട്ട സമയങ്ങളിൽ ചെറിയ അമലുകളാണെങ്കിലും വലിയ പ്രതിഫലം നൽകപ്പെടുമെന്ന് അറിഞ്ഞാൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളവൻ്റെ അടയാളമാണ്. ചിന്തയില്ലാത്തവൻ, ബോധമില്ലാത്തവൻ എത്ര തന്നെ വിലപ്പെട്ട സമയം അങ്ങനെയാണെങ്കിലും ചെയ്യുന്ന അമലുകൾക്ക് വർദ്ധിത പ്രതിഫലം നൽകപ്പെടുമെന്ന് അറിഞ്ഞാലും അതിന് വേണ്ടത്ര ഗൗനിക്കാതെ പോകും. എന്നാൽ വിശ്വാസിയായ മനുഷ്യൻ അങ്ങനെയാകില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ മഹത്തായ റജബ് മാസം എന്നുള്ളത് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽപ്പെട്ടതാണ്. ഇതിൽ ചെയ്യുന്ന അമലുകൾക്ക് വളരെയധികം ഇരട്ടി പ്രതിഫലങ്ങൾ നൽകപ്പെടുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന അമലുകൾ നാം വളരെയധികം സൂക്ഷ്മതയോടെ, ഇഖ്ലാസോടെ, ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അതിൻ്റെ പുറമെ മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായി കടന്നാൽ പോലും ആഖിറത്തിലെത്തുമ്പോൾ അള്ളാഹു തആല സ്വർഗത്തിലെ വലിയ വലിയ പദവികൾ, വലിയ വലിയ സ്ഥാനങ്ങൾ ഓരോരുത്തർക്കും നൽകുമ്പോൾ, പടച്ച റബ്ബേ, ഞാൻ എൻ്റെ അമലുകൾ കുറഞ്ഞു പോയല്ലോ, ഈ അമൽ കൊണ്ടൊന്നും എനിക്ക് ആ മഹാന്മാർ, മഹത്തുക്കൾ എത്തിപ്പിടിച്ച സ്ഥാനത്തേക്ക് എത്താൻ എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന നിലയ്ക്ക് ഖേദിച്ചു പോകുന്നൊരവസ്ഥ വന്നു പോകും. ആര്? ജനിച്ചതു മുതൽ മരണം വരെ സുജൂദിലായ റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്ത വ്യക്തികൾ പോലും ഖേദിച്ചു പോകുന്നൊരവസ്ഥ വന്നു പോകുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ഉത്ബത്ത് ബിൻ അബ്ദുസ്സലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്തനബി തങ്ങൾ പറയാ, ലൗ അന്ന റജുലൻ, ഒരു മനുഷ്യൻ, യജുറു അലാ വജ്ഹിഹി മിൻ യൗമി ഉലിദ ഇലാ യൗമി യമൂത്ത് ഹറമൻ ഫീ മർളാത്തില്ലാഹി തആല, ഒരു മനുഷ്യൻ ജനിച്ചതു മുതൽ വാർദ്ധക്യമായി മരണപ്പെടുന്നതുവരെ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സുജൂദിൽ കിടന്നാൽ തന്നെയും ലഹഖറഹു യൗമൽ ഖിയാമ, ഖിയാമനാളായി കഴിഞ്ഞാൽ അന്ത്യനാളിൽ അവനത് നിസ്സാരമായിട്ടേ കാണാൻ കഴിയുള്ളൂ. പടച്ചോനെ, ഞാൻ ചെയ്ത അമലുകൾ എത്രമാത്രം കുറഞ്ഞുപോയി, എനിക്ക് ധാരാളം ഇനിയും അമൽ ചെയ്യാമായിരുന്നല്ലോ എന്ന നിലക്ക് ചിന്തിച്ചു പോകും. വീണ്ടും എന്നെ ഭൗതിക ലോകത്തേക്ക് മടക്കുകയാണ് എങ്കിൽ, അങ്ങനെ പല പ്രാവശ്യം പരാവർത്തി മടക്കപ്പെടുകയാണെങ്കിലും എല്ലാ ആയുസ്സും മുഴുവനും റബ്ബിൻ്റെ പൊരുത്തത്തിലായി അവനിക്ക് ഇബാദത്തുകൾ ധാരാളം ചെയ്യാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു എന്ന നിലക്ക് ചിന്തിച്ചു പോകുന്നൊരവസ്ഥ ഓരോ മനുഷ്യനും വന്നു പോകുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഇത്തരം വിലപ്പെട്ട റജബ് പോലത്തെ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മാസങ്ങളും സമയങ്ങളും നമുക്ക് അള്ളാഹു തആല നൽകിയിട്ട് ഇബാദത്തുകൾ ചെയ്യാനുള്ള സമയവും അതിനുള്ള ആരോഗ്യവും ആഫിയത്തൊക്കെ നൽകിയിട്ട് നാം അതിനു വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കാതെ വെറും ഭൗതികതയുടെ പിന്നാലെ പാഞ്ഞ് വിലപ്പെട്ട സമയവും ആയുസ്സും നാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നാളെ ആഖിറത്തിൽ വിരൽ കടിക്കേണ്ട അവസ്ഥ നമുക്ക് സംജാതമായേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നൽകിയ ഈ ചെറിയ ആയുസ് അത് നന്മകൾ ധാരാളം ചെയ്യാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും ഇഖ്ലാസോടെ, ആത്മതയോടുകൂടി ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോഴാണ് നമുക്ക് വിജയം സംവരിക്കാൻ സാധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.